ഹരി ഒന്നും മിണ്ടാതെ തലയ്ക്ക് കയ്യും കൊടുത്ത് ആ ഇരിപ്പ് അങ്ങനെ ഇരുന്നു. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവന് കഴിയുന്നില്ല. അതിന് കാരണം റിയാൻഷ് എന്ന അളിയന്റെ മുഖം തന്നെയാണ്. അവന്റെ സ്വഭാവം, അവന്റെ പെങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവന്റെ ക്യാരക്ടർ. വല്യച്ഛൻ വന്നു. രുദ്രൻ പറയുന്നത് കേട്ട് ഹരി മുഖമുയർത്തി മുന്നിലേക്ക് നോക്കി. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയ കാറിൽ നിന്ന് വാസുദേവും രവിശങ്കറും ഇറങ്ങി. അവരെ കണ്ടപ്പോൾ തന്നെ ഹരിയുടെ മുഖം കടുത്തു. ഇവരൊക്കെയുള്ള വീട്ടിലേക്ക് എങ്ങനെ അവന്റെ പെങ്ങളെ വിടും എന്നാണ് അവൻ ചിന്തിച്ചത്. ശ്രീലക്ഷ്മി, റിയാൻഷ്. ഹരിയെ നോക്കി സ്റ്റെപ്പ് കയറി വന്നവരെ നോക്കിയിരുന്നവരുടെയും ശ്രദ്ധ ആ പെൺകുട്ടിയിലേക്ക് നീണ്ടു. അകത്തേക്ക് വന്നോളൂ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ ഹരിയെ നോക്കി ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ ഹരിയും നടന്നു. അവന്റെ പിന്നാലെ തന്നെ വാസുദേവും ശിവശങ്കറും നടന്നു. എല്ലാവരും കൂടെ അകത്തേക്ക് പോകുന്നത് ശരിയല്ലെന്ന് തോന്നി രുദ്ര അവിടെ തന്നെ ഇരുന്നു. രവിശങ്കറും അവന്റെ ഒപ്പം ഇരുന്നു. അകത്തേക്ക് കയറിയതും ഹരിയുടെ കണ്ണുകൾ റിയാൻഷിലും ലച്ചുവിലും പതിഞ്ഞു. മുഖം ചിരിച്ചുകൊണ്ട് ലച്ചു ഹരിയെ നോക്കി. ഹരിയുടെ കണ്ണുകൾ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലേക്കായിരുന്നു. അവൻ അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അത് വലിച്ചുകൊണ്ട് അവർക്ക് നടുവിലിരുന്നു. അപ്പോൾ മാത്രം മുഖം ചരിച്ച് അടുത്തിരിക്കുന്നവൻ രൂക്ഷമായൊരു നോട്ടം നോക്കി. അങ്ങ് ദഹിപ്പിച്ച് കളയുന്നൊരു നോട്ടം. ഹരി അത് കണ്ടിട്ടും കാണാത്ത പോലെ മുന്നിലേക്ക് നോക്കിയിരുന്നു. വാസുദേവും ശിവശങ്കറും അവർക്ക് പിന്നിലുള്ള ചെയറിലായിരുന്നു. സീമ മുന്നിലുള്ള പേപ്പറിൽ എന്തോ എഴുതുകയാണ്. എഴുതി കഴിഞ്ഞ ശേഷം അത് റിയാൻഷിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. അവനത് സൈൻ ചെയ്ത ശേഷം ലച്ചുവിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. ലച്ചുവും അത് സൈൻ ചെയ്ത ശേഷം സീമയുടെ നേരെ തന്നെ നീക്കി വെച്ചു കൊടുത്തു. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. വിവരങ്ങളൊക്കെ ഞാൻ കിച്ചുവിനോടും ശ്രീലക്ഷ്മിയോടും പറഞ്ഞിട്ടുണ്ട്. അവരത് സമ്മതിച്ചിട്ടുമുണ്ട്. ആ വിവരം നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. സീമ പറഞ്ഞു തുടങ്ങി. നോട്ടം ലച്ചുവിനും കിച്ചുവിനും നടുക്കിരിക്കുന്ന ഹരിയിലായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വെറും ആഴ്ചകൾ മാത്രമായിട്ടുള്ള ബന്ധം. അതും ഭാര്യയുടെ അടുത്തും ഭർത്താവിന്റെ അടുത്തും ഈ ബന്ധം പിരിയാൻ തരത്തിൽ ഒരു കാരണവുമില്ല. അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവർക്ക് തമ്മിൽ പരസ്പരം വേണമെങ്കിൽ പിന്നെ കോടതിക്ക് നിയമത്തിന് എന്താണ് പ്രശ്നം? ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞ് നിർബന്ധിക്കാനുള്ള വോയിസ് കോടതിക്കില്ല. വാസുദേവാണ് എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒഴിവാക്കിയാൽ മതിയാവുമെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. ലച്ചുവിന്റെ പിന്നിലായാണ് വാസുദേവ് ഇരിക്കുന്നത്. ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ശേഷം ഹരിക്ക് അപ്പുറത്തിരുന്ന് ടേബിളിലിരിക്കുന്ന പേപ്പറിലേക്ക് അലസമായി നോക്കുന്നവനെയും നോക്കി. അവിടെ ഒരു ഭാവവും ഇല്ല, ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലച്ചുവിന് ഒരു ധൈര്യം തോന്നി. ഒന്നും അവർ പറഞ്ഞതുപോലെ നടക്കാൻ പോകുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന കാര്യം ഇവർ ഒരുമിച്ച് തീർത്തു പറഞ്ഞാൽ അവിടെ കോടതിക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതിനാദ്യം അവർ ജീവിച്ചു തുടങ്ങട്ടെ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നവർ അവർക്ക് ഈ ബന്ധം വേണ്ട എന്നുണ്ടെങ്കിൽ അവർ ഒരു വർഷമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചു കാണിക്കണം. ഇവിടെ ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കോടതി എങ്ങനെ ഡിവോഴ്സ് തരും? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ കഴിയാതെ എല്ലാവരും മൗനമായി ഇരുന്നു. നിങ്ങൾക്ക് ബന്ധം പിരിയണമെങ്കിൽ ഓക്കെ, പിരിയാം. പക്ഷെ നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അത് ജീവിച്ചു കാണിക്കട്ടെ. അതിനുശേഷം ഒരു തീരുമാനം പറയുന്നതാവും ശരി. മനസ്സിലായില്ല? ഹരിയാണ് അത് ചോദിച്ചത്. അവർ അവസാനം പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഒരു 6 മാസമെങ്കിലും ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിച്ചിട്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കാം. സീമ അവർക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു നിർത്തി. ഹരി മുഖം ചിരിച്ചുകൊണ്ട് റയാൻഷിനെ ഒന്ന് നോക്കി. ആ മുഖത്തൊരു വിജയച്ചിരിയില്ലേ? ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരിക്കത് മനസ്സിലാവുകയും ചെയ്തു. കിച്ചു, ശ്രീലക്ഷ്മി അതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ സമ്മതമാണല്ലോ പ്രധാനം. വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് വില്ലനായി വന്നതുകൊണ്ട് വീട്ടുകാർ ഇവർക്കിടെ ഒരു തടസ്സമായി നിൽക്കരുത്. ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഈ 6 മാസം നിങ്ങളുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ വേറെ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കൊരു 6 മാസം. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പറയുമ്പോൾ അവർ ഇടയ്ക്കൊന്ന് റയാൻഷിനെ നോക്കി. അവൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ അവർ പറയുന്നത് എന്നൊരു ചോദ്യം അതിലുണ്ട്. കിച്ചു അവന്റെ തലയൊന്ന് ചെറിയ രീതിയിൽ ഇളക്കി വിട്ടു. അതിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്കുള്ള മറുപടി. ഒറ്റയ്ക്കൊരു ജീവിതമൊന്നും പറ്റില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കട്ടെ. അങ്ങനെ 6 മാസം ജീവിച്ചാൽ മതി. എന്നിട്ടൊരു തീരുമാനം എടുക്കട്ടെ. വാസുദേവാണ്. അവർ ഒരുമിച്ച് ഒറ്റയ്ക്കൊരു ജീവിതമാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർ ഒന്നിക്കും. അത് പാടില്ല. അവർക്കിടയിൽ പലതും പറഞ്ഞു പരത്തി അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ തമ്മിൽ തെറ്റിക്കണം. ആ ഒരു ചിന്ത മാത്രമാണ് അവരുടെ മനസ്സിൽ. അതിനവർ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ രണ്ടുപേരുടെയും വീട്ടുകാർ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. അവരുടെ ജീവിതമല്ലേ, അവർ ജീവിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. റയാൻഷിന്റെ വീട്ടുകാരിൽ നിന്ന് ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും മാനസികമായോ ശാരീരികമായോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ ഞങ്ങളെ അറിയിക്കാം. ലച്ചുവിനെ നോക്കി സീമ പറയുമ്പോൾ അവൾ പതിയെ തലയൊന്ന് കുലുക്കി.
ഹരി മുഖം ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കിയതും ആ കുലുങ്ങിയ തലയങ്ങ് താണുപോയി. അത് കണ്ടിട്ടാവും ഒരു കുഴപ്പവുമില്ലാത്ത തൊണ്ട റേയാൻഷ് ഒന്ന് ശരിയാക്കിയത്. അതെന്തിനുള്ളതാണെന്ന് മനസ്സിലായതുപോലെ ലച്ചു തല ഉയർത്തിയിരുന്നു. ഹരി ഒരു നിശ്വാസത്തോടെ നേരെയിരുന്നു. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് പുറത്തേക്കിരിക്കാം. സീമ അത് പറഞ്ഞപ്പോൾ വാസുദേവും ശിവശങ്കറും ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അവർ പുറത്തേക്ക് പോയതിനു ശേഷമാണ് ഹരി ചെയറിൽ നിന്ന് എഴുന്നേറ്റത്. എല്ലാ കോടതിയും എല്ലാ അഡ്വക്കേറ്റുമാരും ഇങ്ങനെയൊക്കെ തന്നെയാവും പറയുന്നത് അല്ലേ? ചെയറിൽ നിന്ന് എഴുന്നേറ്റ് സീമയെ ഒന്ന് നോക്കിക്കൊണ്ട് ഹരിയുടെ ചോദ്യം. സീമ ഒന്നും മിണ്ടാതെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളവർ ഒന്നിച്ച് ജീവിക്കട്ടെ മാഡം. അതിന് ഞാനൊരു വിലങ്ങ തടിയൊന്നും ആവില്ല. അവരുടെ ജീവിതമല്ലേ, അവർ തീരുമാനിക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് ഇപ്പുറവും അപ്പുറവും ഇരിക്കുന്നവരെ ഒന്ന് നോക്കിയ ശേഷം അവൻ പുറത്തേക്ക് നടന്നു. ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നു പോയി. ആ പറഞ്ഞത് എവിടെയോ ഒന്ന് കൊള്ളിച്ചതുപോലെ. ഇനി എന്താ പ്ലാൻ? എല്ലാവരും പുറത്തേക്ക് പോയതും മുന്നിലിരിക്കുന്ന രണ്ടുപേരെയും നോക്കിക്കൊണ്ട് സീമ ചോദിച്ചു. ഇനിയല്ലേ പ്ലാൻ? റയാൻഷ് ഒരു ചിരിയോടെ പറഞ്ഞു. അവന്റെ ആ ചിരിയും കളിയും ഒന്നും ലച്ചുവിനില്ല. അതിന് കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവളുടെ കണ്ണിൽ നിന്നും മറിഞ്ഞ ഹരി തന്നെയായിരുന്നു. അവന്റെ കണ്ണിലെ വേദനയായിരുന്നു. ലക്ഷ്മി ഇന്ന് തന്നെ കിച്ചുവിന്റെ കൂടെ പോകുന്നുണ്ടോ? സീമ ലച്ചുവിനെ നോക്കി ചോദിച്ചതും എന്ത് പറയുമെന്നറിയാതെ അവൾ കിച്ചുവിനെ നോക്കി. ഇപ്പൊ നീ നിന്റെ ഏട്ടന്റെ കൂടെ പൊയ്ക്കോ. കുറച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മയും വല്യമ്മമാരെയും ഒക്കെ കൂട്ടി വരാം. അതാണ് അതിന്റെ ഒരു മര്യാദ. ചിരിയോടെ അവൻ പറയുമ്പോൾ ലച്ചു ഒന്ന് തലകുലുക്കി. കിച്ചു ഒന്ന് ചിരിച്ചു. അങ്ങനെ മര്യാദയൊന്നും നോക്കണ്ട. കോടതി നിയമപ്രകാരം ലക്ഷ്മിക്ക് ഈ നിമിഷം നിന്റെ കൂടെ വരാം. അതിലൊന്നും പ്രശ്നമില്ല. അത് വേണ്ട. അങ്ങനെ വരുന്നത് ഒരു ഗുമ്മില്ല. എന്റെ വീട്ടുകാർ പോയി അവളെ കൊണ്ടുവരുമ്പോഴാണ് ഇവൾക്ക് എന്റെ വീട്ടിൽ വിലയുണ്ടാവുക. അല്ലെങ്കിൽ വലിഞ്ഞു കയറി വന്നെന്ന ഒരു തോന്നൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലക്ഷ്മിക്ക് തന്നെ തോന്നും. അവൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് സീമയ്ക്ക് തോന്നി. അവരൊന്ന് ചിരിച്ചു. റയാൻഷി ചെയറിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ലച്ചു എഴുന്നേറ്റു. സീമയോട് യാത്ര പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ആദ്യം റയാൻഷു, അവന്റെ പിന്നാലെ മുഖം താഴ്ത്തി ലച്ചുവുമാണ് നടന്നു തുടങ്ങിയത്. പക്ഷെ വാതിൽ കടക്കുന്നതിന് മുമ്പ് റയാൻഷു നിന്നു. ലച്ചുവിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. വാതിൽ കടന്ന് അവൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് അവൻ ഇറങ്ങിയത്. രണ്ടും കൂടെ എന്താവുമോ എന്തോ എന്നൊരു ടെൻഷനിൽ സീമയിലും ഉണ്ടായിരുന്നു. കാരണം അവരുടെയൊക്കെ കിച്ചു ഒരിക്കലും ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ ഒപ്പത്തിന് നിൽക്കാൻ കഴിയുന്നവളെ ആവുമെന്നേ കരുതിയിട്ടുള്ളൂ. ലച്ചു പുറത്തേക്ക് ഇറങ്ങിയതും മുറ്റത്ത് തന്നെ രുദ്രനോട് സംസാരിച്ചുകൊണ്ട് ഹരി നിൽക്കുന്നുണ്ട്. അകത്ത് നടന്ന സംസാരം വിവരിച്ചു കൊടുക്കുന്നതാണ്. ലച്ചു അടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കി. രണ്ടു പോക്കറ്റിലും കൈയിട്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുവാണ്. കിച്ചു, വാസുദേവാണ്. റയാൻഷ് മുഖം ചിരിച്ചുകൊണ്ട് അയാളൊന്ന് നോക്കി. എന്താ നിന്റെ തീരുമാനം? എന്റെ തീരുമാനം ഞാൻ അവിടെ പറഞ്ഞ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ. അവൻ പറയുമ്പോൾ ആരും ഇനിയൊരു ചോദ്യം അവനോട് ചോദിക്കാനില്ലാത്ത പോലെ നിന്നു. ഇപ്പൊ എന്തായാലും താൻ തന്റെ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ കൊണ്ടുവരാൻ വരാം. റയാൻഷ് അവന്റെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. വാ. ഹരി ലച്ചുവിനെ നോക്കി പറഞ്ഞതും അവൾ റയാൻഷിനെ ഒന്ന് നോക്കി. പോട്ടെ എന്ന് ചോദിക്കുന്നത് പോലെ. അത് മനസ്സിലായ പോലെ ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ, എന്നാൽ അവൾക്ക് മാത്രം മനസ്സിലാവുന്നത് പോലെ അവൻ കണ്ണുകൾ കൊണ്ടൊരു അനുവാദം കൊടുത്തു. ലച്ചു അവനെ മറികടന്നുകൊണ്ട് സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് വരാന്തയിൽ നിന്ന് മുറ്റത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി. പോവാ? ഹരി ചോദിച്ചത് ലച്ചു തലകുലുക്കി. രണ്ടുപേരും കൂടെ കാറിന്റെ ഭാഗത്തേക്ക് നടന്നു. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം ലച്ചു റയാൻഷിനെ നോക്കി. അവന്റെ കണ്ണുകളും അവളിലായിരുന്നു, അവളിൽ മാത്രം. ആ കാർ കണ്ണിൽ നിന്ന് മറഞ്ഞതും റയാൻഷി സ്റ്റെപ്പ് ഇറങ്ങി അവന്റെ കാറിൽ കയറി. പിന്നാലെ തന്നെ ബാക്കിയുള്ളവർ. വീട്ടിലെത്തിയ എല്ലാവരും കൂടി ഒരു ചർച്ച ഉണ്ടാകുമെന്ന് അവൻ ഉറപ്പുണ്ട്. ഈ പോക്കിൽ ലച്ചുവിനെ ഒപ്പം കൂട്ടിയ ആ ചർച്ചയൊക്കെ കേട്ട് അവൾ പേടിക്കും. അതിനപ്പുറത്തേക്ക് അവളെ ഇപ്പോൾ കൊണ്ടുപോയി അവൾ വലിഞ്ഞു കയറി വന്നതുപോലെ എല്ലാവർക്കും തോന്നും. നാളെ ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ തിരിച്ചു പറയണമെങ്കിൽ എല്ലാ അവകാശത്തോടെ അവൾ ആ വീട്ടിൽ കയറി വരണമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവളെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ അവളെ കൊണ്ടുവരാൻ പോകണം. അതൊരു വാശി പോലെ. എന്തിനെന്ന് പോലും അറിയുന്നില്ല. അവളെ അവരൊക്കെ കൂടെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത് കൊണ്ടാവും. അത് നാളെ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അവന് ഉറപ്പുണ്ട്. കിച്ചു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് വിളി വന്നു. രാഗിണിയാണ്. റയാൻഷി തിരിഞ്ഞെന്ന് അവരെ ഒന്ന് നോക്കി. കേട്ടതൊക്കെ സത്യമാണോ? അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തന്നെ അവർ ചോദിച്ചു. റയാൻഷി അവർക്ക് നേരെ തിരിഞ്ഞു. അപ്പച്ചി എന്താ കേട്ടത്? അത് പറ. നീ ആ പെണ്ണിനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാണെന്ന്. ആ പെണ്ണെന്ന് പറഞ്ഞത് അവന് പറ്റിയില്ല. പക്ഷെ പുറത്ത് കാണിച്ചില്ല. ഗൗരവം പിടിച്ച മുഖത്തോടെ തന്നെ നിന്നു. അപ്പച്ചിക്ക് പറഞ്ഞു തന്നവർ മുഴുവനായി പറഞ്ഞു തന്നില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതല്ല. 6 മാസം ഒപ്പം താമസിക്കാതെ ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല. വെറും ദിവസങ്ങൾ മാത്രമായ ബന്ധമല്ലേ? അതിനൊരു തീരുമാനം ആവണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പിന്നെ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. ഞങ്ങൾ മാത്രമായാലും 6 മാസം ഒരുമിച്ച് ജീവിച്ചാൽ മതി. റയാൻഷി പറയുമ്പോൾ അപ്പച്ചിയുടെ മുഖം ഇരുണ്ടു.
അപ്പച്ചി മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു. ഈ തീരുമാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, അതല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ കുറെ നടക്കേണ്ടി വരും. 6 മാസമെങ്കിൽ 6 മാസം ഇങ്ങനെ പോകട്ടെ, ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. എല്ലാവരും റെഡിയായി നിൽക്ക്, ലക്ഷ്മിയെ പോയി കൊണ്ടുവരണം, ബാക്കിയൊക്കെ വഴിയെ തീരുമാനിക്കാം. അതൊന്നും പറ്റില്ല, വേണമെങ്കിൽ വരട്ടെ, ആരും പോയി ആനയിച്ചു കൊണ്ടുവരണ്ട, അവളിവിടെ വന്ന് നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. രവിശങ്കറാണ്. റയാൻഷി കണ്ണു ചുരുക്കിക്കൊണ്ട് അവൻ അയാളെ ഒന്ന് നോക്കി. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല വല്യച്ച, പക്ഷെ ഇതിലേക്ക് അവസാനം അവളും ഞാനും വേറെ താമസിക്കണമെന്ന് വന്ന പിന്നെ റയാൻഷിന്റെ വേറൊരു മുഖം നിങ്ങളൊക്കെ കാണും. എനിക്ക് അവളുടെ കൂടെ ഒറ്റയ്ക്ക് പറ്റില്ല. എന്നെ വേണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവളാണ്. അവളെ എനിക്ക് പറ്റില്ല. ലച്ചുവിന് വേണ്ടി അവിടെ വാദിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളോടുള്ള ദേഷ്യം പോലെ അവൻ സംസാരിച്ചു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ റൂമിലേക്ക് പോയി. കുളിച്ചു മാറ്റി റെഡിയായി അവന്റെ പെണ്ണിനെ കൊണ്ടുവരണം, അല്ലാതെ ഇവരുടെ ഡയലോഗ് കേട്ട് നിൽക്കാനും പറയാനൊന്നും സമയമില്ല. വാശിയും ദേഷ്യവും ഒക്കെ മറന്ന് ആ പെണ്ണിനെ കൊണ്ട് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രമായി വേറെ താമസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരും പിന്നെ നമുക്ക് പിരിക്കാൻ പറ്റില്ല. നമ്മുടെ കൺവെട്ടത്തുണ്ടെങ്കിൽ നമുക്കൊരു നിയന്ത്രണം വെക്കാൻ പറ്റും, അതല്ലെങ്കിൽ പറ്റില്ല. വാസുദേവ് പറയുമ്പോൾ അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. ആരും കാണാത്ത ഒരു ചിരി റയാൻഷിന്റെ അമ്മയുടെ മുഖത്ത് മാത്രം ഉണ്ടായിരുന്നു. ഒന്ന് വന്നു കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും ശരിയാവുമെന്ന് അവരുടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഹരി വീടിന്റെ മുറ്റത്ത് കാർ നിർത്തിയതും ലച്ചുവിന്റെ ഹരിയുടെ നോട്ടം ഉമ്മറത്തേക്ക് പോയി. ഉമ്മറത്ത് നിൽക്കുന്ന കുടുംബക്കാർ, അച്ഛനും അമ്മയും വല്യച്ഛന്മാരും വല്യമ്മമാരും മക്കളും മരുമക്കളും, അങ്ങനെ എല്ലാവരും. ആർക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇപ്പൊ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ എന്ത് പറയുമെന്ന് ഒരു പേടി ലച്ചുവിന്റെ ഉള്ളിലുണ്ട്. അവരൊക്കെ എന്ത് പറയുമെന്ന് ഒരു പേടി. പേടിക്കണ്ട, നിനക്ക് അവന്റെ കൂടെ പോകണം എന്നാണെങ്കിൽ ആരെതിർത്താൽ ഞാൻ നിന്നെ അവന്റെ കൂടെ വിടാം. ഹരി ലച്ചുവിനെ നോക്കി പറയുമ്പോൾ അവളൊരു വേദനയോടെ അവനെ നോക്കി. ആ പറയുന്ന വാക്കുകളിൽ എന്തോ ഒരു അകൽച്ചയില്ലേ, ഒരു ഇഷ്ടമില്ലായ്മ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. നിനക്ക് വേണമെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നത് തന്നെ എന്തോ പോലെയാണ്. അതിൽ തന്നെ ഒരു ഇഷ്ടമില്ലായ്മ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്റെ ഏട്ടനെ കാണാതെ സംസാരിക്കാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെച്ച് തന്നെ എന്റെ ഏട്ടനെ കാണാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിനൊന്നും കുഴപ്പമില്ല. അന്നേരം ദേഷ്യം വന്നപ്പോ എന്തോ പറഞ്ഞതാന്നാ പറഞ്ഞത്. ലച്ചു ഹരിയുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് പറയുമ്പോൾ ഹരി അവളെ നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു. കണ്ടിട്ട് അവനിങ്ങനെ എപ്പോഴും ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൻ അങ്ങനെ പലതും പറയും. ദേഷ്യം മാറുമ്പോൾ അവനത് മാറ്റിപ്പറയുകയും ചെയ്യും. അതൊക്കെ കേൾക്കാൻ നിന്ന അതിനെ നേരം കാണും. ഹരി ദേഷ്യം കടിച്ചു പിടിച്ച് പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് അറിയുന്നില്ല. അവൻ പറയുന്ന കേട്ട് മിണ്ടാതിരിക്കുക. ഇപ്പോഴും ഹരി മനസ്സുകൊണ്ട് റയാൻഷിനെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ അവന്റെ പെങ്ങളുടെ ആഗ്രഹം അതല്ലേ എന്ന് കരുതി അതിന്റെ ഒപ്പം നിൽക്കുന്നുവെന്ന് മാത്രം. കാറിൽ നിന്ന് ഇവർ രണ്ടുപേരും ഇറങ്ങി വരാത്തത് കൊണ്ടാവും മാധവനും അയാളുടെ ഏട്ടനും കൂടെ കാറിന്റെ അടുത്തേക്ക് നടന്നു വന്നത്. അത് കണ്ടതും ഹരി ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ തന്നെ ലച്ചു ഇറങ്ങി. എന്തായി? മാധവനാണ് ചോദിച്ചത്. ആ ചോദ്യം കേൾക്കാത്ത പോലെ ഹരി മുന്നോട്ട് നടന്നു. വലത്തെ കൈ ലച്ചുവിന്റെ ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും മറികടന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഹരി, നിന്നോടാ ചോദിച്ചത് എന്തായി എന്ന്. അകത്തേക്ക് കയറിയതും പിന്നെ നിന്ന് മാധവന്റെ ശബ്ദം. ഹരി സെറ്റിയിലേക്കിരുന്നു. അവനോട് ചേർന്ന് ലച്ചു, നീ പോയി ഫ്രഷ് ആയി പോകാൻ റെഡിയായിക്കോ, അവരെപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ലല്ലോ, പോയിട്ട് വാ. ഹരി ലച്ചുവിനെ നോക്കി പറയുമ്പോൾ ലച്ചു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ മുകളിലേക്ക് ഓടി. അവർക്കിടയിൽ ആ ചർച്ചയിലിരിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. മനസ്സിൽ തട്ടുന്ന കണ്ണു നിറയ്ക്കുന്ന പലതും പലരും പറയും. അതൊന്നും കേട്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്കും തോന്നി. ഹരി. ലച്ചു മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നടന്നു പോകുന്നത് നോക്കിയിരുന്ന ഹരി മാധവന്റെ ശബ്ദം കേട്ട് അയാളെ ഒന്ന് നോക്കി. നിൽക്കടോ, തനിക്ക് കാര്യം അറിഞ്ഞാ പോരെ, പറയാം. അകത്ത് കയറി ഇരുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ പുറത്ത് മുറ്റത്തുനിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളല്ല, അകത്തിരുന്ന് സമാധാനത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. സ്വന്തം അച്ഛനെ നോക്കി ഹരി പറഞ്ഞ വാക്കുകൾ കേട്ട് അവരെല്ലാവരും ഞെട്ടി. അയാൾ ചെയ്തത് അത്തരത്തിലുള്ള പ്രവൃത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഹരി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. ഹരി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മുന്നിൽ നിൽക്കുന്നത് നിന്റെ അച്ഛനാണ്. വലിയച്ഛൻ ഹരിയെ നോക്കി ശാസനയോടെ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. അച്ഛനാണെന്ന് തോന്നൽ അങ്ങോട്ട് മാത്രമല്ല, മക്കളാണെന്ന് തോന്നൽ തിരിച്ച് ഇങ്ങോട്ടും വേണം. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി അച്ഛനാണെന്ന സെന്റിമെന്റ് ഞങ്ങളും തിരിച്ചു കാണിക്കില്ല. ഹരി മാധവനെ നോക്കി പുച്ഛത്തോടെ പറയുമ്പോൾ ഇനിയൊന്നും പറയാനും കേൾക്കാനും വയ്യാത്തതുപോലെ അയാൾ സെറ്റിയിലേക്ക് ഇരുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടതുപോലെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരം തുടരാതിരിക്കുന്ന പലർക്കും നല്ലത്. അതുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. റയാൻഷിന്റെ ഭാഗത്ത് നിലവിൽ യാതൊരു തെറ്റും കോടതിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് ലച്ചുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഭാര്യയുടെയും ഭർത്താവിന്റെ അല്ലാത്ത കാരണം കൊണ്ട് ഒരു ഡിവോഴ്സ്, അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതും വിവാഹം കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ബന്ധം, അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ
ഹരി പറഞ്ഞതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അവനൊരു പൂർണ്ണതയിൽ എത്തിക്കാതെ നിർത്തിക്കളഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ സാധാരണ ഒരു ഡിവോഴ്സ് കേസിൽ ഭാര്യയും ഭർത്താവും ഒരു വർഷക്കാലമെങ്കിലും വേർപിരിഞ്ഞ് താമസിക്കണം. എന്നാലേ ഡിവോഴ്സ് വേഗത്തിൽ നടക്കൂ. ഇവിടെ അതില്ലല്ലോ. അതുകൊണ്ട് ഒരു 6 മാസക്കാലം റിയാൻഷും ലച്ചുവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞും ഈ തീരുമാനം തന്നെയാണെങ്കിൽ ബാക്കി ഞങ്ങൾ അപ്പോൾ തീരുമാനിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഹരി പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തിന് ആരും ഒന്നും മിണ്ടിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാത്തത് തന്നെയാണ് നല്ലത്. വല്യച്ഛനാണ്. അവർക്കൊക്കെ റിയാൻഷ് നല്ലവനായിരുന്നു. പക്ഷെ ഇടയ്ക്കിപ്പോഴും അവന്റെ സംസാരവും പ്രവൃത്തിയും അവനെ വെറുപ്പിച്ചു. അതുപോലെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നല്ലോ അവനിട്ടത്. അവരുടെയൊക്കെ മനസ്സിൽ ലച്ചുവിന്റെ ഭർത്താവെന്ന് പറയുമ്പോൾ ഒരു പാവം പിടിച്ച അവരുടെ കുടുംബത്തോട് ഇണങ്ങി നിൽക്കുന്ന ഒരുത്തനായിരുന്നു. എന്നാൽ ഇതോ അഹങ്കാരം കണ്ടുപിടിച്ച മുതൽ. നിന്റെ അഭിപ്രായത്തിൽ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരുടെയും അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ് തീരുമാനം. വേറൊരു വല്യച്ഛനാണ്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഹരി എല്ലാം കേട്ട് മിണ്ടാതിരുന്നു. എല്ലാവരും അതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ അവരുടെ കാര്യത്തിൽ 2 കുടുംബങ്ങളും ഇടപെടാൻ പാടില്ല. ലച്ചുവിനെ മാനസികമായി അവന്റെ വീട്ടുകാരോ അവനെ മാനസികമായി നമ്മുടെ വീട്ടുകാരോ തളർത്താൻ പാടില്ല. അവർക്ക് അവരുടെ ജീവിതം. ആരെങ്കിലും അവർക്കിടയിൽ നിന്നും വല്ല പ്രശ്നവും ഉണ്ടാക്കിയ റിയാൻഷിന് ലച്ചുവിനെ കൊണ്ട് വേറെ താമസിക്കാനുള്ള ഓർഡർ വരും. ചർച്ചകൾ അവരെ എങ്ങനെ പിരിക്കാം എന്നതിലോട്ട് എത്തിയപ്പോൾ ഹരി അവസാനത്തെ അണിയും അടിച്ചു. അതിനപ്പുറത്തേക്ക് ആർക്കും പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ സമയം തന്നെ പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടു. ഇവരൊക്കെ ഇത്ര വേഗം വന്നു എന്ന സംശയത്തിൽ ഹരി സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പിന്നാലെ തന്നെ ബാക്കിയുള്ളവരും. ഹരി കരുതിയതുപോലെ തന്നെ റിയാൻഷ് തന്നെയാണ്. അവൻ മാത്രമല്ല, അവന്റെ അച്ഛനും അമ്മയും അപ്പച്ചിയും അവരുടെ ഭർത്താവും വല്യച്ഛനും വല്യമ്മയും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. ഹരിയുടെ കണ്ണുകൾ റിയാൻഷിൽ മാത്രമായി തടഞ്ഞു നിന്നു. ഒരു ബ്രൗൺ നിറത്തിലുള്ള പാന്റും പിസ്ത കളർ ഷർട്ടുമാണ് അവന്റെ വേഷം. മുഖത്ത് വെച്ചിരുന്ന ഗ്ലാസ് എടുത്തുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു വന്നു. പിന്നാലെ ബാക്കിയുള്ളവർ. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് മാത്രമേ സന്തോഷത്തിന്റെ ചിരി ഹരിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേണോ വേണ്ടയോ എന്ന പോലെയാണ്. നമസ്കാരം. ഉമ്മറത്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി ഒരു ചിരിയോടെ റിയാൻഷ് പറഞ്ഞു. ഹരി പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വന്ന ചിരി കടിച്ചു പിടിച്ചു. എന്തോ റിയാൻഷിനെ കണ്ടാൽ തന്നെ അവനത് ആക്കിയതാണെന്ന് മനസ്സിലാവും. അവന്റെ ചുണ്ടുകൾ ഒന്ന് പരത്തിക്കൊണ്ടുള്ള ചിരിയും കൈകൾ കൂപ്പി വല്ലാതെ അങ്ങ് കുനിഞ്ഞതുപോലെയുള്ള നമസ്കാരം. ഇങ്ങനെയൊക്കെ കാണിച്ച ആർക്കാണ് പിന്നെ ഇവനെ പിടിക്കുക? ആർക്കും പിടിക്കില്ല. അകത്തേക്ക് വരൂ. ഷൂ അഴിച്ച് സ്റ്റെപ്പ് കയറി പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് റിയാൻഷ് തന്നെ അവന്റെ വീട്ടുകാരോട് പറഞ്ഞു. ഒപ്പം മുന്നിൽ അവൻ അകത്തേക്ക് നടന്നു. പിന്നാലെ ലച്ചുവിന്റെ വീട്ടുകാരെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ വീട്ടുകാരും അകത്തേക്ക് കയറി. ഇത്തിരി മാന്യമായ രീതി പെരുമാറാൻ നോക്ക് കിച്ചു. നിന്റെ ഭാര്യയുടെ ആൾക്കാരല്ലേ? മുന്നിൽ നടക്കുന്ന കിച്ചുവിന്റെ ചെവി അവന്റെ അമ്മ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. മാന്യത ഇവർക്കോ? നല്ല മാന്യതയിൽ വന്ന് സംസാരിച്ചപ്പോൾ ഇവർക്കൊന്നും എന്റെ പെണ്ണിനെ തരാൻ പറ്റില്ല. ഇനി മാന്യത ഇല്ലാതെ ഒന്നും പെരുമാറട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ഇരുന്നപ്പോൾ അവർ നിസ്സഹായതയോടെ ശിവശങ്കരനെ ഒന്ന് നോക്കി. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാതെ, മകന്റെ ഭാവി എന്താവുമെന്നറിയാതെ.